ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതുവരെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീൻ കാണാനുള്ള സമവാക്യം NP എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യം √NPQ അല്ലേ. അതിലൊരു ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യാം. മീൻ ഈസ് ഈക്വൽ ടു NP, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു √NPQ എന്നുള്ളതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാനുള്ളത് അല്ലേ. കാണാനുള്ള സമവാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം ചോദിച്ചതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറില്ല. ഈ വർഷവും ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ബ്രിങ് ഔട്ട് the falque in the following statement. In the following statement. Bring out the falque in the following statement. The mean of a binomial distribution, the mean of a binomial distribution is, mean എന്ന് പറയുന്നത് 5 and standard deviation is 3. അപ്പോൾ ബ്രിങ് ഔട്ട് ദി ഫാൽക്കെ ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണോ കറക്റ്റ് ആണോ എന്ന് നമ്മളോട് ചെയ്യാണ് ചെയ്യുന്നത്. ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇത് ഈ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു, നമുക്ക് മീൻ തന്നിട്ടുണ്ട് അല്ലേ. മീൻ ഈസ് ഈക്വൽ ടു നമുക്ക് 5 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ മീൻ കാണാനുള്ള സമവാക്യം തന്നെ NP സമം 5. ക്ലിയർ ആയില്ലോ? ഇത് NPC ഒന്നും ചെയ്തിട്ടില്ല. മീൻ പറഞ്ഞ 5 ആണ്. അപ്പം മീൻ കാണാനുള്ള ഇക്വേഷൻ NP ആണ്. NP ഈസ് ഈക്വൽ ടു 5 എന്ന് ഞാൻ എഴുതി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3. അപ്പം നമ്മളോട് എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യം എന്താണ്? √NPQ. √NPQ ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞിട്ട് അപ്പോൾ √NPQ ആണ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? NP therefore NPQ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? NPQ പുറത്തേക്ക് വന്നാൽ 3² അല്ലേ വരിക. അപ്പം 9 എത്ര വന്നു? 3² എന്ന് റൂട്ട് അതിൻ്റെ പോകുമ്പോൾ അത് എത്രയായിട്ട് അതിൻ്റെ സ്ക്വയർ ആയിട്ട് മാറുന്നു, 9 ആവുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? NPQ ബൈ NP, മീൻ ബൈ NPQ ഡിവൈഡഡ് ബൈ NP ഈസ് ഈക്വൽ ടു എത്ര വരിക? NPQ ബൈ NP 9/5. 9/5 എന്ന് പറഞ്ഞാൽ 1.8. ഇത് Q ആണല്ലോ. Q ഈസ് ഈക്വൽ ടു ആണല്ലോ NPQ ബൈ NP. നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തു. Q ഈസ് ഈക്വൽ ടു ആയിരുന്നു NPQ ബൈ NP. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 1.8 വന്നു അല്ലേ. അപ്പോൾ എപ്പോഴും Q 1നേക്കാൾ കൂടാൻ വേണ്ടി പാടില്ല. അപ്പോൾ 1 - P ആണ് Q എന്ന് പറയുന്നത്. അപ്പോൾ therefore Q cannot be greater than 8. Q cannot be greater than 1. 1നേക്കാൾ കൂടാൻ വേണ്ടി Q പാടില്ല. So this is a wrong statement. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഇവിടെ ബ്രിങ് ഔട്ട് ദി ഫാൽക്കെ ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, എവിടെയാണോ തെറ്റുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം മീൻ കാണാനുള്ള ഇക്വേഷൻ മീൻ ഈസ് ഈക്വൽ ടു എന്താ? മീൻ കാണാനുള്ള ഇക്വേഷൻ മീൻ ഈസ് ഈക്വൽ ടു എന്താണ്? NP ആണെന്ന് അറിയാം. NP ഈസ് ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ √NPQ, വെറും NPQ പറയുമ്പോൾ 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി Q കാണാനുള്ള സമവാക്യം NPQ ബൈ NP ആണ്. അപ്പോൾ 9/5 ചെയ്ത് 1.8. Q എപ്പോഴും ഇതിനേക്കാൾ കൂടാൻ പാടില്ല, 1നേക്കാൾ കൂടാൻ പാടില്ല. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്.
ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ള ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ടോപ്പിക്കും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ്. ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ആയിട്ട് വരുന്നതാണ്. ഈ വർഷം കൂടി എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ആണ് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ് ചെയ്യാൻ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പുകളായിട്ട് പറയാം. ആദ്യം നമ്മൾ ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. പിയും ക്യൂവും എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ആൻഡ് എന്നിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ ആ സമവാക്യത്തിൽ കൊടുക്കുക. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള സമവാക്യത്തിൽ അതിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ ആൻഡ് എൻ. എക്സ് ക്യാൻ ടേക്സ് ദ വാല്യൂസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എക്സ് ക്യാൻ ടേക്സ് ദ വാല്യൂസ് 0, 1, 2, 3 അങ്ങനെ ഇന്ന വാല്യൂസാണ് എക്സിന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എക്സ് ക്യാൻ ടേക്സ് ദ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര. എന്നിട്ട് ലാസ്റ്റ് മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ബൈ എൻ. ഓരോന്നിനെയും n കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 3 സ്റ്റെപ്സ് ആണ് പറയുന്നത്. 3 steps in ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. 3 സ്റ്റെപ്സ് ആണ്, 3 സ്റ്റെപ്സ് ആണ് നമുക്ക് ഫിറ്റിങ്ങിൽ പറയാനുള്ളത്. ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ഡിറ്റർമൈൻ ദി വാല്യൂസ് ഓഫ് ഏതിൻ്റെയൊക്കെ വാല്യൂസാണ്? പിയുടെ വാല്യൂ, ക്യൂയുടെ വാല്യൂ ആൻഡ് എൻ. And apply them in equation of ncx p raised to x q raised to n minus x. ആ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. Then second, x can take the values ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ എടുക്കുക? ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലേ. അപ്പോൾ 0, 1, 2, 3 എത്ര നമ്പറുകളാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വാല്യൂസ് എടുക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് മൾട്ടിപ്ലൈ ഈച്ച് ഐറ്റം ബൈ എൻ. ക്യാപിറ്റൽ എൻ കൊണ്ട് ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പി, ക്യൂ ആൻഡ് എൻ ആൻഡ് അപ്ലൈ ഇൻ ദി ഇക്വേഷൻ ഓഫ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിൽ അപ്ലൈ ചെയ്യുക. പിന്നെ എക്സ് ക്യാൻ ടേക്സ് ദി വാല്യൂസ്. എക്സിന് ഏതൊക്കെ വാല്യൂസാണ് എടുക്കേണ്ടത്? 0, 1, 2, 3. കാരണം ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് ദി വാല്യൂ 0, 1, 2, 3 അങ്ങനത്തെ വാല്യൂസ് എടുക്കുക. മൾട്ടിപ്ലൈ ഈച്ച് ഐറ്റം ബൈ ഓരോ ഐറ്റത്തിനെയും ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. Eight coins were tossed together. 8 coins were tossed together. 8 coins were tossed together 256 times. 8 coins were tossed together 256 times.
Find the expected frequencies. Find the expected frequencies of heads. Find mean and standard deviation. ശ്രദ്ധിക്കുക, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് ഈ വർഷം. ഇതേ മോഡലൊരു ക്വസ്റ്റ്യനാണ് എസ് എ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, 8 coins were tossed. അപ്പോൾ എത്ര കോയിൻസ് ആണോ ടോസ് ചെയ്യുന്നത്? 8 coins were tossed together 256 times അല്ലേ. അപ്പോൾ ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്സ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാണണം? മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ചെയ്യാം. നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ കേസാണ്, പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് P of getting head in a toss. That is equal to 1/2. അപ്പോൾ Q is equal to 1 minus P. അപ്പോൾ 1 minus 1/2 that is equal to 1/2. അതും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി n is equal to എത്രയുള്ള? n സമം 8 എണ്ണമാണ്. 8 കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ n is equal to 8 ആണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ കോയിൻസ് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് പ്രോബിലിറ്റി വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മളോട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പാടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം അല്ലേ. മീൻ ഈസ് ഈക്വൽ ടു, സമവാക്യം പറയൂ. മീൻ സമം NP. അപ്പോൾ 8 × 1/2 4. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു √NPQ. അപ്പോൾ √n എന്ന് പറഞ്ഞാൽ എത്ര? 8 എണ്ണല്ലേ. P എന്ന് പറഞ്ഞാൽ 1/2, Q എന്ന് പറഞ്ഞാലും 1/2 4. അപ്പോൾ Q is there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വന്നു? വെട്ടിപ്പോയില്ലേ. 4 വരില്ല, ഈ 2 വെട്ടി കൂടെ 2. അപ്പോൾ 2 √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ് √2ൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഫിറ്റിങ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക, ഫിറ്റിങ് എങ്ങനെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും നോക്കുക, ഇതിൽ നമ്മൾ ആദ്യം വാല്യൂസ് കൊടുക്കുക അല്ലേ. ഇനി കോളംസ് ആയിട്ട് നമ്മൾ എത്ര P of x is equal to, നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ പുട്ടിങ് x is equal to ഏത് വരെ കൊടുക്കണം? 0 1 2 കുത്ത് 8 വരെ കൊടുക്കണം. 8 വാല്യൂസ് 8 വരെയല്ലേ ഉള്ളത്. അപ്പോൾ 8 വരെയാണ് നമുക്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി കോളംസ് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ഹെഡ്സ്, ആദ്യത്തെ കോളം നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് എഴുതുക. പിന്നെ കോളം P of x. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം എന്നാണ് പറഞ്ഞാൽ? n കൊണ്ട് ഇൻറ്റു ചെയ്യുക. എത്ര ആവർത്തിയാണ് ഇത് വരുന്നത് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. 256 അല്ലേ പറഞ്ഞത്. അപ്പോൾ എത്ര വരിക? ആൻസർ എത്രയാണോ കിട്ടി? P of x × 256. P of x × 256. നമുക്ക് എത്രയാണോ P of x കിട്ടുന്നത് വെച്ചെങ്കിൽ ആ കിട്ടുന്ന സംഖ്യ കൊണ്ട് ×256 കൊണ്ട് അതിനെ ഇൻറ്റു ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയ്ക്ക് ഒരു 0 1 2 3 4 5 6 7 8 വരെയുള്ള വാല്യൂസാണ് വരുന്നത്. ഇനി നമ്മുടെ സമവാക്യം എന്താണ്? NCX P⁻x Q⁻n−x. അപ്പോൾ n എത്രയാണ് വരുന്നത്? 8 അല്ലേ. 8C0
അല്ല 0 അല്ല, നമ്മൾ ആദ്യം എടുക്കുക 0 8C0 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 0 ഇൻറ്റു Q1/2 ഹോൾ റേസ് ടു 8 മൈനസ് 0. ഇങ്ങനെയല്ലേ വരിക? 8C0 1/2 ഹോൾ റേസ് ടു 0 1/2 8 മൈനസ് 0. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടുപിടിക്കുക 1/256 വരും കേട്ടോ. ഇതാണ് വരുന്നത്. ഇനി ആ 1/256 ഇൻറ്റു 256 ക്യാൻസൽ ചെയ്ത് പോയി ആൻസർ 1. മനസ്സിലായോ? അത് 0 കൊടുക്കുമ്പോൾ. ഇനി അടുത്തത് 1 കൊടുക്കുക കേട്ടോ നിങ്ങൾ. ഇനി 1 കൊടുക്കുക. 8C1 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 1 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 1 ചെയ്യാം. അപ്പോൾ 8C1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 8/256 ആണ് വരിക. 8 ഡിവൈഡഡ് ബൈ 256. അപ്പോൾ അതിനെ 8/256 ഇൻറ്റു 256 ക്യാൻസൽ ചെയ്തു പോയി. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 8 കിട്ടി. മനസ്സിലായോ? ഇനി 2 വെച്ചിട്ട് ചെയ്യാം. 8C2 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 2 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 2. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് കിട്ടുക 28/256 ആണ്. 28 ഡിവൈഡഡ് ബൈ 256 ഡിവൈഡഡ് ബൈ 256. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 228 ആൻസറായിട്ട് വരും. പിന്നെ നിങ്ങൾ 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, 6 കൊടുക്കുക, 7 കൊടുക്കുക, 8 കൊടുക്കുക കേട്ടോ. 8C3 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 3 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 3. വാല്യൂ കണ്ടുപിടിക്കുക. 8C4 1/2 ഹോൾ റേസ് ടു 4 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 4. പിന്നെ 5 കൊടുക്കുമ്പോൾ 8C5 1/2 ഹോൾ റേസ് ടു 5 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 5. 6 8C6 1/2 ഹോൾ റേസ് ടു 6 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 6. പിന്നെ 8C7 1/2 ഹോൾ റേസ് ടു 7 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 7. ഇനി 8 കൊടുക്കുക കേട്ടോ. 8C8 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 8 മൈനസ് 8. ഇങ്ങനെ കൊടുക്കുക. ഇതിനെ കൊടുത്തിട്ട് ഇതിൻ്റെ വാല്യൂസ് 256 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ വരുന്ന വാല്യൂസ് 56 70 56 28 8 1. ഇത്രയാണ് ഇതിൻ്റെ വാല്യൂസ്. ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മീൻ കണ്ടുപിടിച്ചു. മീൻ കാണാനുള്ള സമവാക്യം NP ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യം √NPQ അല്ലേ? അത് പ്രകാരം നമ്മൾ മീനും കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിറ്റിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ 3 സ്റ്റെപ്സാണ് പറഞ്ഞത്. തിയറി ചോദിച്ചാലും നമ്മൾ കണക്ക് ചോദിച്ചാലും നമുക്ക് ഈ ഫിറ്റിങ്സിന് സ്റ്റെപ്സൊക്കെ എഴുതി വെക്കാം. അത് നല്ലതാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങിൽ 3 സ്റ്റെപ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റിലി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത് നോക്കുക, Q വരുന്നത് എത്രയാണ് വരുന്നത് നോക്കൂ, N = എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ആദ്യമായിട്ട് അത് ചെയ്തു അല്ലേ? നെക്സ്റ്റ് വൺ എന്ത്? എക്സ് ക്യാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എക്സ് ക്യാൻ ടേക്സ് ദ വാല്യൂസ് 0 1 2 3 4 5 അങ്ങനെ വാല്യൂസ് എടുക്കുന്നു. പിന്നെ മീൻ കാണാനുള്ള സമവാക്യം NPQ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണോ, എത്ര പ്രാവശ്യമാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത്രയാണ് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയും പറയാം, ശ്രദ്ധിക്കുക. ദി ഫോളോയിങ് ഡാറ്റ The following data
shows the number of seeds, shows the number of seeds germinating out of 5 IB ആണ് കേട്ടോ, ബി അല്ല ബി, ഡാം ഫിൽറ്റർ for 80 sets of seed, for 80 sets of seeds. Fit a binomial distribution, of this data and find the expected frequencies. Find the expected frequencies അല്ലേ. അപ്പോൾ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഫിറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം, എക്സും എഫും തന്നിട്ടുണ്ട് കേട്ടോ. എക്സ് എഫ് തന്നിട്ടുണ്ട്. 0 1 2 3 4 5. എഫ് എന്ന് പറഞ്ഞിട്ട് 6 20 28 12 8 and 6 ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? ദി ഫോളോയിങ് ഡാറ്റ ഷോ ദി നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് 5 IB ഡാം ഫിൽറ്റർ ബൈ 80 സെറ്റ്സ് ഓഫ് സീഡ്സ് അല്ലേ. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ, ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൽ. അപ്പോൾ നമുക്കിതിൽ n എത്രത്തോളം ഉണ്ട് എന്നറിയില്ല അല്ലേ. n തന്നിട്ടുണ്ട്, n 5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? പ്രോബിലിറ്റി കാണണം. പിയും ക്യൂവും കണ്ടാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ കാണണം. മീൻ കാണാനുള്ള സമവാക്യം നമുക്കറിയാം, സിഗ്മ FX by n അല്ലേ. അപ്പോൾ FX കാണാം, F × X 0 20 56 13 36 48 32 65 30. അപ്പം ഇനി FXൻ്റെ ടോട്ടൽ കാണാൻ 174 വരും. അപ്പോൾ X bar is equal to സിഗ്മ FX by n. അപ്പം 174 by 80 നമ്മളോട് കണക്കിൽ പറഞ്ഞിട്ടുണ്ടേനും, ഇത് ടോട്ടൽ ചെയ്താലും മതി 80. അപ്പോൾ എത്ര കിട്ടുന്നു വെച്ചെങ്കിൽ പി എത്രയാണ്? 2.175. അപ്പം മീൻ കിട്ടി. NP is equal to കിട്ടി. അപ്പോൾ NP സമാണ് ഇത് കിട്ടിയത്. അപ്പോൾ NP സമം 2.175 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ NP is equal to ഇത്ര കിട്ടി. NP is equal to 2.175 കിട്ടി അല്ലേ. അപ്പോൾ ഇന്ന് P കാണാം, പ്രോബിലിറ്റി കാണാൻ വേണ്ടി 2.175 ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ P കിട്ടി. അപ്പോൾ എത്ര കിട്ടുന്നു? 0.435. ഇനി നമുക്ക് അതിന് Q ആണ് കാണേണ്ടത്. Q ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ 1 - P. അപ്പോൾ 1 - 0.435 മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇവ തമ്മിൽ 1-ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? Q കിട്ടുന്നു അല്ലേ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 0.565 കിട്ടുന്നു. 0.565. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയില്ലേ? P കിട്ടി, Q കിട്ടി, n 5 ആണെന്നറിയാം. X can takes values, Xനുള്ള വാല്യൂസ് 0 1 2 3 4 5 വരെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ X can takes the value 0 1 2 3 4 5. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ലേ. ശ്രദ്ധിക്കുക, അപ്പോൾ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ,
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതിൽ നമുക്ക് എക്സിന് വാല്യൂസ് എക്സ് ക്യാൻ ടേക്സ് വാല്യൂസ് 0 1 2 3 4 5 പി ഈസ് ഈക്വൽ ടു പിന്നെ പി സമം എത്ര തന്നിട്ടുണ്ട് 0.435 പിന്നെ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാ 0.565 അതും കിട്ടി പി കിട്ടി ക്യൂ കിട്ടി എക്സ് കിട്ടി അല്ലേ എല്ലാം കിട്ടിയില്ലേ ഇനി ആ സമവാക്യത്തിൽ കൊടുക്കുക അപ്പം നിങ്ങൾ ആദ്യം നേരത്തെ മാതിരി ഞാൻ ടേബിൾ വരയ്ക്കാൻ മാതിരി ടേബിൾ വരയ്ക്കുക എക്സ് എന്ന് പറഞ്ഞിട്ട് 0 1 2 3 4 5 എന്ന് എഴുതുക കേട്ടോ എക്സ് എന്ന് പറഞ്ഞിട്ട് 0 3 4 1 2 3 4 5 എന്ന് എഴുതുക പിന്നെ അടുത്തത് പ്രോബബിൾ പി ഓഫ് എക്സ് കാണുക പി ഓഫ് എക്സ് കാണാൻ സമവാക്യം നമുക്കറിയാം എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ പ്രോബിലിറ്റി കാണാനുള്ള സമവാക്യമാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള ഇക്വേഷനാണ് അപ്പോൾ അതിൽ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 സി എക്സ് ആദ്യം 0 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ നമ്മുടെ 0.435 ഹോൾ റേസ് ടു എക്സ് 0 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.565 ഹോൾ റേസ് ടു 5 മൈനസ് 0 ഇനി അടുത്തതിനെ ഈ കിട്ടുന്ന ഉത്തരത്തിനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ആൻസർ 5 ആണ് കിട്ടുക 5 ഇൻറ്റു 8 എത്ര വരും 5 അല്ലേ വരുന്നത് എത്ര നമുക്കിവിടെ എത്ര ആൻസർ വരുന്നത് വെച്ചെങ്കിൽ ആ കിട്ടുന്നതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക 80 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ 80 കൊണ്ട് ഇൻറ്റു ചെയ്യുക 80 ഇൻറ്റു 80 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ 5 80 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 ആണ് വരുന്നത് പിന്നെ 1 5C1 ഇൻറ്റു 0.435 ഹോൾ റേസ് ടു 1 ഇൻറ്റു 0.565 ഹോൾ റേസ് ടു 5 മൈനസ് 1 എന്നിട്ട് കിട്ടിയതിനെ 80 കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ പിന്നെ 5C2 ഇൻറ്റു 0.35 ഹോൾ റേസ് ടു 2 ഇൻറ്റു 0.565 ഹോൾ റേസ് ടു 4 മൈനസ് 2 എന്നിട്ട് 80 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 മൈനസ് 2 അല്ല 5 മൈനസ് 2 അല്ലേ വരിക അപ്പോൾ കിട്ടുന്ന ആൻസർ 27 പിന്നെ 5C3 0.435 ഹോൾ റേസ് ടു 3 ഇൻറ്റു 0.565 ഹോൾ റേസ് ടു 5 മൈനസ് 3 അപ്പോൾ നമുക്ക് 80 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 21 നെക്സ്റ്റ് 5C4 ഇൻറ്റു 0.435 ഹോൾ റേസ് ടു 4 ഇൻറ്റു 0.565 ഹോൾ റേസ് ടു 4 മൈനസ് 1 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 ആണ് വരിക ഇനി 5C5 ഇൻറ്റു 0.435 ഹോൾ റേസ് ടു 5 ഇൻറ്റു 0.565 ഹോൾ റേസ് ടു ഇവിടെ തെറ്റിയില്ലേ ഇത് 5 മൈനസ് 4 1 പറഞ്ഞു അതായത് 5 മൈനസ് 5 അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 7 ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ കണക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിൽ കാണാനുള്ള ഇക്വേഷനാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഫിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങി വയ്ക്കാം അതിനുള്ള സമയമേ ഉള്ളൂ എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം നെക്സ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് അടുത്ത് തുടങ്ങാൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് പോയ്സോൺ
നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് എന്തൊക്കെയാ വെച്ചെങ്കിൽ നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പോലെ തന്നെ വേറൊരെണ്ണമാണ് ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്ന വാല്യൂസ് വളരെ ചെറുതായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാം ഏതൊക്കെ കേസിലാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. Poisson distribution may be obtained as a limiting of binomial distribution under the following condition. Number of trial is very large ആവുക, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഈച്ച് സക്സസ്. ഇപ്പം പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ പ്രോബബിലിറ്റിയുടെ എണ്ണം പറയും, സാധ്യത എന്ന് പറയുന്നത് വളരെ കുറച്ച് എണ്ണമാണ്. ഇപ്പം നമ്മളൊരു ബൾബ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. ആ ബൾബ് മാനുഫാക്ചറിങ് കമ്പനിയുടെ 3% ഓഫ് ഡിഫക്റ്റീവ് ബൾബ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ എണ്ണം വളരെ കുറവായിട്ടാണ് പറയുന്നത് അല്ലേ. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ പോയ്സോൺ, ഇപ്പം നമുക്ക് സംശയം വരാം ബൈനോമിയൽ അപ്ലൈ ചെയ്യണോ പോയ്സോൺ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയുടെ എണ്ണം കേടുവരാനുള്ള സാധ്യതയുടെ എണ്ണം വളരെ കുറവായിട്ടാണ് പറയുന്നത് അല്ലേ. അങ്ങനെ കുറവായിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. NP ഈസ് ഇൻഫൈനൈറ്റ്. NP തന്നെയാണ് മീൻ കാണാനുള്ള സമവാക്യം, NP ആണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എണ്ണം കുറവാവുക അല്ലേ, പ്രോബിലിറ്റിയുടെ എണ്ണം കുറവാവുക ആ സമയത്താണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയാൻ പറ്റും, നമ്പർ ഓഫ് ട്രയൽ ഈസ് വെരി ലാർജ്, പിന്നെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ, പിന്നെ NP ഈസ് ഫൈനൈറ്റ്. അതിനെയാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള സമവാക്യം ശ്രദ്ധിക്കുക. P of x ഈസ് ഈക്വൽ ടു P of x is equal to e raised to minus m into m raised to x divided by x factorial. അത് കാണാൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് e raised to minus m into m raised to x divided by x factorial. നമ്മൾ ഫാക്ടോറിയൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. P of x is equal to e raised to minus m raised to x divided by x factorial എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പറയാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. എക്സ് ക്യാൻ ടേക്സ് ദി വാല്യൂ 0, 1, 2, 3 എത്രയാ വാല്യൂസാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഓൾ ദി ടേം മീൻ എം എന്ന് പറഞ്ഞാൽ മീനെയാണ് നമ്മൾ എം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. n ഈസ് ദി പാരാമീറ്റർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ e raised to minus m എന്ന് പറഞ്ഞാൽ മീൻ, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ക്യാൻ ടേക്സ് ദി വാല്യൂ 0, 1, 2, 3 അറിയാമല്ലോ അല്ലേ, നമുക്കറിയാം. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണോ സക്സസ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് e raised to minus m raised to x divided by x factorial എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതുവരെ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണക്ക് ചെയ്യാം. ഈ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടേബിൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക. ടേബിൾ ഉണ്ടെങ്കിലാണ് ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കണക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ.